ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലു ഭുന മസാലയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചപ്പാത്തി പുൽക്കായ പറാഠയുടെ കൂടെയാണെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ പുളിയില്ലാത്ത അരക്കപ്പ് തൈര് വേണം. അത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ നോർമൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കുരുമുളക് പൊടിച്ചതും ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു ചെറിയൊരു ടീസ്പൂൺ നമുക്കാണെങ്കിൽ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവായിലയില്ലേ, അത് ഉണങ്ങിയതാണ്, അതിനെയാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഗ്രേവി ഇച്ചിരി തിക്കായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇച്ചിരി വെള്ളം 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി സ്ലറി റെഡിയാക്കി മാറ്റി വെക്കാം. നിങ്ങൾക്ക് കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം. അതിന് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇച്ചിരി അധികം ക്വാണ്ടിറ്റിയിൽ എണ്ണ വെക്കണേ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയൊരു ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച് ഇട്ട് കൊടുക്കാം. ഒരു 5 ടല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, പിന്നെ 5-6 പച്ചമുളകും കൂടെ നിങ്ങൾക്ക് എത്ര സ്പൈസി കഴിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. മക്കൾ എരിവ് അധികം കഴിക്കുന്നില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. മുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചിട്ടാൽ മതി കേട്ടോ. അത് നന്നായിട്ടൊന്ന് സോത്തയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം 2 സവാള ചെറുതായി ചോപ്പറിനത് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി വന്നു കഴിയുമ്പം ഒരു തക്കാളിയുടെ പ്യൂരി നമുക്ക് അതിട്ടൊന്ന് ഒഴിച്ചെടുക്കാം. ഒരു തക്കാളി എടുത്ത് മിക്സ് ചെയ്ത് അടിച്ചെടുത്തതാണ് കേട്ടോ. അതിൻ്റെ പ്യൂരി നമുക്ക് അതിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ടാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഗ്യാസ് അഴുക്കാവും, നമ്മുടെ ദേഹമൊക്കെ അഴുക്കാവും, അവിടെ ഇവിടെയൊക്കെ എല്ലാം തെറിക്കും അല്ലേ. അപ്പോൾ നമുക്കിതാണെങ്കിൽ തുറന്ന് വെച്ച് വേവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കത് 1 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അടച്ച് അത് നന്നായിട്ട് അവിടെ വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അത് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പം ഒരു ക്യാപ്സിക്കവും ഒരു സവാളയും നീളനെ അരിഞ്ഞ് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഞാൻ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ക്യൂബ്സാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമുക്ക് റെഡിയാക്കി വെക്കണേ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്വതയായി കഴിയുമ്പോൾ ഇത് പാൻ ചെറുതായി പോയി കേട്ടോ. ഇച്ചിരി വലിയ പാൻ എടുക്കണേ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പം. എന്ന് വെച്ചാൽ ഇനി ഉരുളക്കിഴങ്ങ് നമുക്കിനകത്തിട്ട് സ്വത ചെയ്ത് എടുക്കാനുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതേ കണ്ടില്ലേ, നമുക്ക് പാൻ ചെറുതായി പോയി. അപ്പോൾ ഞാൻ വേറെ പാൻ മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അത് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് നമ്മളിവിടെ ഗ്രേവി വെച്ചേക്കുന്നത് അതൊന്നും മറന്നു പോകില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ തൈരൊക്കെ മസാല ആക്കി വെച്ച് മിക്സാക്കി അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കാണെങ്കിൽ അത് അടച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് അത് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വരണ്ടേ. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇപ്പോൾ ഒരു തള വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കത് അടച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നമ്മളാണെങ്കിൽ ഇതേ ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും സവാളയൊക്കെ ഇത്രയും സോഫ്റ്റ് ആയാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് മതി. നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഇത് ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ എന്തൊക്കെയാണ് വീഡിയോ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഹെൽപ്പായി കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് പറയുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതേ ഒരു സൈഡിൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് പാകത്തിന് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി ഗ്രേവിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ ക്യാപ്സിക്കവും സവാളയൊക്കെ വഴറ്റി വെച്ചില്ലേ, അത് നമ്മൾ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ആ പാനിൽ തന്നെയാണെങ്കിൽ 1 കപ്പ് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ഗ്രേവിയിൽ നമുക്ക് ഞാൻ പറയുന്ന കൂട്ട് ചൂട് വെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇതിൻ്റെ കളറൊക്കെ നമ്മളിപ്പോൾ കാണുന്നില്ല, ഈ കളറൊക്കെ ആണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കാനും പിന്നെ ഗ്രേവി നല്ലൊരു ടേസ്റ്റ് കൂട്ടാൻ കിട്ടാനും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആണെങ്കിൽ വെള്ളം തണുത്ത വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആകെ ടെമ്പറേച്ചർ ഡൗൺ ആയി പോവും. പിന്നെ ആണെങ്കിൽ എല്ലാം മസാലയൊക്കെ കളറും എല്ലാം ചേഞ്ച് ആവും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യൽ. ആ പാനിലാണെങ്കിൽ എടുത്ത് ആ പാനിൽ തന്നെ വെള്ളം ചൂടാക്കി ഒഴിച്ച് അതിൻ്റെ ബട്ടറൊക്കെ ഉള്ളതില്ലേ, അപ്പോൾ നമ്മൾ ആ വെള്ളം തന്നെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി ഒരു തള വരുന്നവരെ അല്ലെങ്കിൽ പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിന് വരുന്നവരെ നമുക്കൊന്ന് മസാലയൊക്കെ ഇതെല്ലാം പിടിച്ച് ഉരുളക്കിഴങ്ങൊക്കെ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പ് കുറവായിരുന്നു കേട്ടോ, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
ഇനി നമുക്ക് അതിനകത്താണെങ്കിൽ ഒരു ടീസ്പൂണിനെക്കാട്ടി പകുതി അര ടീസ്പൂൺ വരെ നമുക്കാണെങ്കിൽ ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഷുഗർ കംപ്ലീറ്റ്ലി ഓപ്ഷനാണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പുളിയും എരിവും ഉപ്പൊക്കെ ഇട്ട് നല്ലതായിട്ട് ഉള്ളയില്ല, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ അതിനകത്തിടുന്നത്. അല്ല ഒത്തിരി മധുരിക്കത്തൊന്നുമില്ല കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് ഒരു 5 മിനിറ്റത്തേക്ക് വെക്കാം. അപ്പോൾ അതേ കണ്ടില്ലേ, ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അങ്ങനെ ആലു ഭുന മസാല റെഡി ആയിട്ട് കാണാൻ തന്നെ നല്ല അടിപൊളി ലുക്കല്ലേ കാണാൻ തന്നെ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. മക്കൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, വലിയവർക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇതുപോലെ ചോപ്പ് ചെയ്ത് അതും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആലു ഭുന മസാല റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.